സഭ എന്നുള്ള വെളിപ്പാടിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും ബൈബിളിൽ കർത്താവ് അതിനെ വിവക്ഷിക്കുന്നത് മണവാട്ടിയായിട്ടാണ്. ലേഖനങ്ങളിൽ യേശുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. എന്നാൽ യേശു പറയുന്നത് മണവാട്ടിയായിട്ടാണ്. ഇപ്പൊ ഈ ശരീരമാകുന്ന സഭ എന്ന് പിന്നത്തെ ഒരു വെളിപ്പാടിൽ പറയുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഇവിടെ ആരോ പറഞ്ഞു മണവാളനായി കാത്തിരിക്കുന്ന യേശുവിനെ മണവാട്ടി എന്ന് പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ ഒരു വിവാഹ നിശ്ചയം കഴിയും. ഇതാണ് സ്നാനപ്പെട്ടപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ മേൽ നടന്നത്. എൻ്റെ മേലൊരു പുതപ്പ്. ആ പുതപ്പ് ഇനി നീ ലോകത്തിനുള്ളതല്ല, നീ ഇനി എന്റേതാ. ഇതാരും മനസ്സിലായോ? ഇങ്ങനൊരു വാക്യം യേശാവിൽ കിടപ്പുണ്ട്, നീ എന്റേതാകുന്നു. അപ്പൊ വചനം പറയുന്നു, നീ എന്റേതാണ്, നിന്നെ ഞാൻ എന്റേതാക്കിയിരിക്കുന്നു, എനിക്കായി വേർതിരിച്ചിരിക്കുന്നു. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചു വെച്ചു. വേർതിരിച്ചു, ആ വാക്കല്ലെന്ന് പറയാമോ? വേർതിരിച്ചു. എന്നെ ദൈവത്തിനായി വേർതിരിച്ചു. ഇനി എന്തിനു വേർതിരിച്ചു എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ബന്ധങ്ങൾക്കും ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ മണവാട്ടിക്ക് ഒഴുകുന്ന സ്നേഹത്തിന് ഒരു ലിമിറ്റേഷൻസും ഇല്ല. മക്കളുടെ മേൽ ഒഴുകുന്നത് പോലെ അല്ല മണവാട്ടിയോട് ഒഴുകുന്നത്. മണവാട്ടിയോട് ഒഴുകുന്ന സ്നേഹത്തിനകത്ത് ഒരു വിവാഹത്തിനായി കാത്തിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. തന്നെത്താൻ ഒരുക്കുന്ന മണവാട്ടിയെ കണ്ട് സന്തോഷിക്കുന്ന മണവാളൻ. അതാണ് മണവാളൻ വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി. അതാണ് മത്തായി 25 പറയുന്ന ബുദ്ധിയുള്ള നിർമ്മല കന്യക. അപ്പൊ ഇവൾ കന്യകയാണ്. കന്യകയ്ക്ക് വ്യഭിചാരത്തിലോട്ട് പോകാൻ പാടില്ല. കന്യക തന്റെ കന്യകാത്വത്തെ സൂക്ഷിക്കണം. കന്യക തന്നെത്താൻ വൃത്തിയോടെ വെടിപ്പോടെ മണവാളനെ കാത്തിരിക്കാൻ വചനം പറയുന്നു. അത് എന്ന് വരുമെന്ന് അറിയാത്തത് കൊണ്ട് നീ ഉണർന്നിരിപ്പാനും പറയും. അപ്പൊ ഞാനൊരു മണവാട്ടിയാണെന്നും എന്റെ വിവാഹം നിശ്ചയിച്ചു എന്നും സഭ തിരിച്ചറിയണം. ആമേൻ. സഭയ്ക്കകത്ത് മണവാളൻ മണവാട്ടിയോട് സംസാരിക്കാൻ പറ്റും. മണവാളൻ മണവാട്ടിയോട്. അതുകൊണ്ടാണ് ഇത്രമേൽ കരുണ. യേശു മണവാളനും സഭ മണവാട്ടിയുമാണ്. അതുകൊണ്ട് കർത്താവ് പലപ്പോഴും പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എന്റെ പിതാവ്. പിതാവിനെ പിതാവായി വെളിപ്പെടുത്തിയതിന്റെ കാര്യം അതാണ്. ഈ പുത്രൻ ഉള്ളവരെ ദൈവത്തിനായി നിശ്ചയിച്ചിരിക്കുന്നു, ദൈവത്തിനായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു വിവാഹ നിശ്ചയമാണ് നടന്നിരിക്കുന്നത്. ഈ ഉടമ്പടിയിൽ നിന്നാണ് പലപ്പോഴും വളരെ നിസ്സാരമായിട്ട് സഭ തെറ്റിപ്പോകും. മനസ്സിലായി? ഒരു പ്രശ്നം, ഞാനൊരു പെണ്ണിനെ വിവാഹം നിശ്ചയം ചെയ്തെങ്കിൽ എന്റെ കാഴ്ചയ്ക്കും എന്റെ കേൾവിക്കും അടുത്തായിരിക്കും ആ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. എന്നാൽ ഈ സ്വർഗീയ മണവാളന്റെ ഒരു പ്രത്യേകത, ഞാൻ കാട്ടിലിരിപ്പുണ്ടെങ്കിലും മണവാളനെ എന്നെ കാണാം. ഞാൻ ബാർ ഷോപ്പിലുണ്ടെങ്കിലും കാണാം. എന്റെ ഹൃദയം നിരൂപിക്കുന്നത് അവിടെ അപ്പുറം റെക്കോർഡിക്കലാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇനി രക്ഷയില്ല. എന്റെ മണവാളനെ എനിക്ക് പറ്റിക്കാൻ പറ്റില്ല. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നീ ഈ ബന്ധം വേണ്ട എന്ന് പറയണം. നമുക്ക് വേണമെങ്കിൽ മാറാമല്ലോ. ഈ നിൽക്കുന്ന വരനെ നിനക്ക് വിവാഹം കഴിപ്പാൻ സമ്മതമാണോ? അപ്പോഴും വേണമെങ്കിൽ സമ്മതം അല്ലെന്ന് പറഞ്ഞാൽ കല്യാണം അവിടെ വെച്ച് ബ്ലോക്ക് ആവും. മനസ്സമ്മതം. ഈ നിൽക്കുന്ന വധുവിനെ നിനക്ക് കല്യാണം കഴിപ്പാൻ ബോധ്യമാണോ? ബോധ്യമാണോ? സഭയ്ക്കകത്ത് വെച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഞാൻ മണവാട്ടിയായി തുടരണം.
2, ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ വേർപെടും. അഴകൊഴിഞ്ഞൊരു പരിപാടി നടക്കുകയാണ്. നമ്മൾ അഴകൊഴിഞ്ഞാണ് നടക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മെ കുഴച്ചിലുകളെ നിർത്തിച്ച് അവൻ തന്റെ ഉള്ളം കയ്യിൽ വെച്ച് വസ്ത്രാലങ്കാരങ്ങളൊക്കെ ഇട്ട് തുണിയൊക്കെ ഇടിക്കാൻ പഠിപ്പിച്ച് കുളിക്കാൻ പഠിപ്പിച്ച് വൃത്തിയാക്കി തന്റെ ശരീരമായി നിർത്തും. എപ്പോ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടോ ആ നിമിഷം മുതൽ സഭ യേശുവിന്റെ അവയവമാകും, ശരീര അവയവമാകും. അതുകൊണ്ടാണ് നമ്മെ താൻ കഴുകി നിർമ്മലതയോടെ സൂക്ഷിപ്പാൻ പറയുന്നു. ഇനി എന്നെ വിവാഹ നിശ്ചയം ചെയ്തു, എന്നിട്ട് നമുക്ക് ഈ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ദൈവം ആദ്യം വെറുക്കുന്ന പാപം എന്തായിരിക്കും? അന്യ ദൈവങ്ങൾ ഇനി നിനക്കില്ല. മറ്റൊരു ദൈവം നിനക്ക് ഒന്നാമത്തെ കൽപ്പനയാണ്. ആമേൻ. രക്ഷിക്കപ്പെട്ടവന് ബാക്കിയുള്ള ബൈ പ്രോഡക്ട്സുകളാണ്. നിങ്ങളീ പറഞ്ഞ അവിശ്വാസം, പിന്നെ നിഗളം, സ്നേഹമില്ലായ്മ, ഈ പറഞ്ഞതൊക്കെ രണ്ടാമത് വരുന്നതാണ്. ദൈവം ഏറ്റവും വെറുക്കുന്ന പാവമാണ് ഇനി നിനക്ക് ബാൽ ദേവന്മാർ ഉണ്ടാകരുത്, മറ്റൊരു ദേവന് നീ ധൂപം നാട്ടവൻ പോകരുത്, മറ്റൊരു ദേവന്റെ നാമം നീ എന്ത് ചെയ്യരുത്, നാവിന്മേലെടുക്കരുത്, മറ്റൊരു ആരാധനാ സമ്പ്രദായത്തെ ഹൃദയത്തിൽ വശീകരിക്കപ്പെട്ട് എന്ത് ചെയ്യരുത്. ദൈവം വെറുക്കുന്ന, ദൈവം ഇതിനെ ഇടുന്ന പേരാണ് വ്യഭിചാരം. നമുക്കറിയാന്നുള്ള ആകെ ഒരൊറ്റ വ്യഭിചാരം അറിയാവുള്ളൂ, അത് വെച്ച് നമ്മൾ നടക്കും. എന്നിട്ട് അമ്മച്ചിമാർ പറയും ഞങ്ങൾക്ക് എന്നേ മുറ തെറ്റി, ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷെ കർത്താവ് പറയുന്ന വ്യഭിചാരം ഇതാണ്, നിന്റെ ഹൃദയത്തിൽ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, നീ അവയെ ആരാധിക്കരുത്, നീ അവയെ നമസ്കരിക്കരുത്, നീ അവയുടെ നാമം പോലും നിന്റെ നാവിന്മേലെടുക്കരുത്. അപ്പൻ വെറുക്കുന്ന ഏറ്റവും വലിയ പാപം, 1000 തലമുറകൾ വരെ ശിക്ഷിക്കപ്പെടുവാൻ പോകുന്ന പാവമാണ് ഈ പാപം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ മേൽ മറിയിരിക്കുന്നതാണ്, ചിലരുടെ മേൽ പുണ്യാളന്മാരിക്കുന്നതാണ്, ശിവൻ ഇരിക്കുന്നതാണ്, ഇതൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചാലും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത, പക്ഷെ നമ്മൾ കൂടുതൽ ചോദിച്ചു വന്നാൽ പോകും. കഴിഞ്ഞ ആഴ്ച പോയ മുടി ഇറങ്ങി കണ്ടു, ചിറ കാണാൻ പോയി. അപ്പൊ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ് എന്റെ മണവാട്ടി മറ്റൊരു നാമം എടുക്കരുത്. ഇന്റിമസി മനസ്സിലായോ? ഹലോ, ശ്രദ്ധിച്ചിരിക്കേ, മനസ്സിലായോ? ഭൂമിയിൽ കർത്താവ് സഭയ്ക്കകത്ത്, കൂട്ടായ്മയ്ക്കകത്ത് മനുഷ്യനെ കൊണ്ടുവച്ചിട്ട്, തന്റെ മക്കളെ തന്റെ മണവാട്ടിയെ കൊണ്ടുവച്ചിട്ട് ആ മണവാട്ടിയെ അലങ്കരിപ്പാൻ സഭയ്ക്കകത്ത് കർത്താവിന്റെ സാന്നിധ്യം വരും. ആമേൻ. അത് എന്താണെന്ന് വെച്ചാൽ അത് ഡീപ്പ് ഇന്റിമസിയിലാണ് വരുന്നത്. തികച്ചും വ്യക്തിപരമായി ഒരാൾ സന്ദർശിക്കും. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പാവബോധങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നമ്മളെ വെച്ച് കച്ചാപ്പിച്ച് അടിച്ച് നടക്കുക. എന്തിനാ ഈ ബോധ്യം തരുന്നറിയോ? ഈ ബോധ്യതാണ്, നീ എന്റേതാണ്, നീ മറന്നു പോകരുത്, നീ എന്റെ മണവാട്ടിയാണ്, നിന്റെ നിർമ്മല ജലം നിന്റെ മേൽ തളിച്ച് ശുദ്ധീകരിച്ച് നിന്റെ പാപക്കറകളെ കഴുകി വെടിപ്പാക്കി നിർമ്മല കന്യകയായി നിന്നെ ഞാൻ എനിക്ക് ദത്തെടുത്തിരിക്കുന്നു. നിർമ്മല കന്യക. അപ്പൊ മറിയ പറയും, ഞാൻ ഒരുപാട് പുരുഷന്മാരോട്ട് കിടന്നതാണ്, പോയതാണ്. പക്ഷെ മറിയെ കുറിച്ച് എന്ത് പറയുന്നു? അവളുടെ പേര് പോലും ഈ സുവിശേഷം വിളമ്പുന്ന കാലത്തോളം വിളംബരം ചെയ്യും. അപ്പൊ ബൈ പ്രോഡക്ട്സ് വേറെ, റിയൽ ലവ് വേറെ. എന്ന് കർത്താവ് പറയുന്നു, മറ്റൊരു പേരോ മറ്റൊരു നാമമോ എടുക്കരുത്. ഇനി നമ്മളത് എടുത്തില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത പല പാപങ്ങൾ പ്രവൃത്തികൾ നടക്കുമ്പോൾ ഓർത്തുകൊള്ളണം. ഇപ്പൊ ചിലർക്കുണ്ടല്ലോ അങ്ങനെ നടക്കുന്നവരോടും ഒരു എന്തുണ്ട്, ദൈവത്തെ അല്ലയോ ആരാധിക്കുന്നേ, ഇങ്ങനെ ഒരു പാപം. അവര് രാവിലെ 6 പള്ളിയിൽ പോകുന്നു, അവര് പാടുന്നു, പാട്ട് പാടുന്നു, നമ്മൾ പാടിയ പാട്ട് തന്നെ അവർ പാടുന്നുണ്ട്, പിന്നെ അവർ ആരാധിക്കുന്നുണ്ട്, സത്യവേദ പുസ്തകം തന്നെ അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇന്റിമസി. ചില അങ്ങനെയല്ല, ഇതൊരു ഭക്തി. രാവിലെ പോയി കുർബാന കൊണ്ടിട്ട് വരുന്ന ഒരാളെ എങ്ങനെ കൊല്ലാൻ തോന്നുന്നത്? അങ്ങനെയുള്ള ഭക്തി നിന്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ. ഹല്ലേലൂയ. ഒരു ദൈവത്തെ ദൈവമെന്ന് കണ്ട് നീ ആരാധിച്ചു കൊള്ളണം. ഇനി മണവാളന്റെ ക്വാളിറ്റീസ് കണ്ടുപിടിക്കുന്നതാണ് മണവാട്ടി.
അതുകൊണ്ടാണ് ശൂന്യകാരത്തി ശലോമന്റെ ജ്ഞാനത്തിനകത്ത് വെളിപ്പെട്ട ആ സംഭവ കഥയ്ക്കകത്ത് ശൂന്യകാരത്തി പറയുന്ന കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയൻ 10,000 പേരിലധികം സുന്ദരൻ. അവളെ യെശയ്യാ 53 വായിച്ചിട്ടില്ല. അറിയാണോ? 1000 പേരും 10,000 പേര് ഇവരുടെ ഈ വർണ്ണന. അപ്പോ മണവാട്ടി, സഭയ്ക്കകത്തിരിക്കുന്ന മണവാട്ടി മണവാളന്റെ ക്വാളിറ്റീസുകൾ വിളമ്പിക്കൊണ്ടേയിരിക്കും. എത്രയെന്ന് മനസ്സിലായി? എന്റെ മണവാളൻ ആരാ? അപ്പൊ അപ്പുറത്തിരിക്കുന്നുള്ളൂ എന്റെ മണവാളൻ ആരാ? സഭ രണ്ടായിട്ട് പറയില്ല, ഒന്നായിട്ട്. എന്താ ജാതിയുടെ മുമ്പിൽ പറയും ശിവൻ ശക്തിയുള്ളവൻ. നമ്മളറിയാം എന്ത് ശിവൻ? യേശുവിനെ കുറിച്ചല്ല അറിയാം. കാൽവരി ക്രൂശിൽ കിടന്നിട്ട് നിന്നെ നോക്കി അനുഗ്രഹിച്ചതാണ് എന്റെ യേശു. എന്റെ പ്രിയനെ കുറിച്ച് എനിക്ക് പറയാൻ 100 നാവ്. എന്റെ മണവാളനെ കുറിച്ച് എനിക്ക് പറയാൻ 1 നാവെങ്കിലും ഉണ്ടായിരുന്നു. 100 വേണ്ട. എന്റെ പ്രിയനെ കുറിച്ച് എനിക്ക് വിളംബരം ചെയ്യുവാൻ എന്റെ നാവിൽ പുകഴ്ചകളും നിറഞ്ഞിരിക്കുന്നു. യേശുവിനെ കുറിച്ച് പെട്ടെന്ന് ചോദിച്ചു 5 കാര്യം. നിന്റെ മണവാളന്റെ ക്വാളിറ്റീസ്. മണവാളന്റെ ഭയങ്കര സ്നേഹമാണ് എന്റെ യേശു. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു മണവാളനെ ഞാൻ കണ്ടിട്ടില്ല. സ്നേഹമാണ് എന്റെ മണവാളൻ. സ്നേഹം. എന്നെ മാത്രമേ സ്നേഹിക്കുന്നു. എന്നെ അഗാധമായി സ്നേഹിക്കും. എന്റെ ഹൃദയത്തെ തൊട്ട് സ്നേഹിക്കും. എന്റെ കുറവുകളെ അറിഞ്ഞ് സ്നേഹിക്കും. എന്നെ വേണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയിട്ടില്ല. എന്റെ മേൽ അവന്റെ വസ്ത്രം ഇട്ടിരിക്കുന്നു. ഇതിനെയാണ് വല്ലതും തൂക്കിയിട്ട് കഴിഞ്ഞ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയില്ല. സ്നേഹമാണ്. അടുത്ത് സമാധാനമാണ്. എന്റെ പ്രിയൻ എന്റെ അടുത്തിരിക്കുമ്പോ എനിക്ക്, എന്റെ യേശു എനിക്ക് സമാധാനമാണ്. ഭാഗ്യമേ നിത്യപിതാവെന്നൊന്നും പറയുന്നത്. എന്റെ യേശു എനിക്ക് സമാധാനം. എന്നുവെച്ചാൽ ഈ രണ്ടിനകത്ത് എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഈ കല്യാണം നോക്കി നടന്ന് 26 വയസ്സായ ഒരു പെൺകുട്ടി കല്യാണത്തിന് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അവൾ എന്തൊരു ആത്മവും. ഇനി ആരും ചോദിക്കത്തില്ല കല്യാണം ആയില്ലെന്ന് ചോദിക്കത്തില്ല. ശരിയാ തെറ്റോ? ചോദിക്കത്തില്ല. അവൾ എന്ത് പറയും? ഒരു ഗമയൊക്കെ വരും. എന്റെ കല്യാണം കോന്തനാണെങ്കിലും ഉറപ്പിച്ചു. ഇവിടെ നോക്ക്, നമ്മുടെ കർത്താവ് സ്നേഹമാണ്, സമാധാനമാണ്. ഇതെന്ന് പറഞ്ഞു എന്റെ കണ്ടോ എന്ത് വേണം? ചിപ്പൊന്നൊരു വാക്ക് പറയാത്ത സൗമ്യനായ മണവാളൻ. എന്റെ മണവാളൻ ഒരു ദോഷം. നിന്റെ ഭർത്താവ് വേറെ, എന്റെ മണവാളൻ, എന്നെ വിവാഹം ചെയ്തവൻ നിർമ്മലൻ. നിർമ്മലൻ എന്ന് വെച്ചാൽ മാലിന്യം ഇല്ലാത്തവൻ. വേറെ ആരെയും നോക്കില്ല, അവൻ എന്നെയും നോക്കൂ. ഇനി നിങ്ങൾ ഉത്തമഗീതം വായിച്ചാൽ വേറെ തോന്നത്തില്ല. ദോഷമൊന്നും ചെയ്തിട്ടില്ല. അവൻ ഒരു ദോഷവും കണ്ടോ? എന്റെ മണവാളൻ എന്നോട്, ഞാൻ എന്ത് വൃത്തി ചെയ്തിട്ടും എന്നോട് എന്താണ്? കരുണയാണ്. അതായത് നമ്മൾ അകന്നു പോകാൻ നിന്നാലും എന്ത് ചെയ്യാണ്? കരുണയാണ്. എന്റെ മണവാളൻ എന്നോട് കരുണയുള്ളവൻ, അതുകൊണ്ട് സ്നേഹമുള്ളവൻ, സമാധാനം തരുന്നവൻ, സമാധാനമുള്ളവൻ. അപ്പോ അതിനകത്ത് എന്റെ മണവാളൻ കുടിയനല്ല. എന്റെ മണവാളൻ കൊള്ളയടിക്കുന്നവനല്ല. എന്താ പറഞ്ഞ? സൗമ്യനാണ്. അതിനാ പറഞ്ഞത് നിർമ്മലനാണ്. എന്റെ മണവാളൻ നിർദോഷിയാണ്, കരുണയുള്ളവനാണ്. അവിടെ എന്നെ അടുത്ത് പറയാ, ദീർഘക്ഷമയുള്ളവൻ. ഇത്രയും കാലമായിട്ട് തെറ്റ് ചെയ്തിട്ട് എന്നെ എന്ത് ചെയ്തിട്ടില്ല. ഇതുവരെ എന്നെ വിട്ട് ഓടിപ്പോയിട്ടില്ല. നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ശക്തിയാണ്. എന്റെ ഭർത്താവിന്റെ, എന്റെ മണവാളൻ എന്റെ അടുക്കൽ ഇരിക്കുമ്പോ ഹല്ലേലൂയ ശക്തിയാണ്. എന്നെ സൗഖ്യമാക്കാൻ എന്റെ മണവാളനുണ്ട്. കരുതുന്നവൻ, എന്നെ കരുതുന്നവനാണ്. എന്നെ കരുതുന്നവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ആവശ്യങ്ങളെ, നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞതിനകത്ത് വെച്ച് നിങ്ങളത് ചേർത്ത് വെച്ച് നോക്കിയോ, ക്വാളിറ്റീസ് പറഞ്ഞാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പ്രാപിപ്പാൻ അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. കരുതുന്നവനാണ്, എന്നെ താങ്ങുന്നവനാണ്, മനസ്സരിവുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, നിർദോഷിയാണ്, നിർമ്മലനാണ്, ഒരു കുറ്റവും കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. എന്നിട്ട് നമ്മൾ എന്തെല്ലാം കാണിച്ചു? നമ്മളെ പലപ്പോഴായിട്ട് യേശുവിനെ കുത്തി മുറിവേൽപ്പിച്ചു, യേശുവിന്റെ രക്തത്തിൽ ചവിട്ടി. എപ്പോഴെങ്കിലും നമ്മൾ പോയിട്ട് ആ രക്തത്തുള്ളികളൊന്നും തുടച്ചോ? വേണ്ടായോ? എപ്പോഴെങ്കിലും നമ്മൾ പോയിട്ട് മണവാളനായ യേശുവെ നൊന്തോ, വേദനിച്ചോ കർത്താവേ? പ്രാർത്ഥനയിൽ എപ്പോഴെങ്കിലും നമ്മളത് പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ, ഇല്ല ഞാൻ ചത്തുവെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അത് അടി കിട്ടുമ്പോഴാണ്. അല്ലാത്തപ്പോ ചെയ്തൊരു പാവപ്രവൃത്തി ഓർത്തിട്ട് നിനക്ക് വേദനിച്ചോ എന്ന് പറഞ്ഞ് രമ്യതപ്പെട്ടോ? നിങ്ങൾ മണവാളനുമായി രമ്യതപ്പെടേണ്ടത് ആവശ്യം. മണവാളൻ അണിയിച്ച വിശുദ്ധ ഒരു വാക്യം വചനം കിടക്കുന്നുണ്ടോ? ഒരു ദ്രഹ്മ കാണാതെ പോയപ്പോൾ അവൾ ആ വീട് മുഴുവനും അടിച്ചു വാരി. അത് കണ്ടു കിട്ടുന്നത് വരെ അവൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോഴോ അവൾ തന്റെ വീടിന് ചുറ്റുമുള്ള എല്ലാവരെയും വിളിച്ച് ബന്ധുക്കളെ ഒരു വിരുന്ന് നടത്തി. എന്താ സംഭവം എന്നറിയോ? ഈ മണവാളൻ അവളെ ഏൽപ്പിച്ചു പോയ ദ്രഹ്മയാ കാണാതെ പോയ. ഇവിടെയല്ലേ നമ്മൾ സ്ത്രീയുടെ ധനം വാങ്ങിച്ചോണ്ട് പോണേ. അവിടെ പെണ്ണ് കെട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. മണവാളൻ പോയിട്ട് അങ്ങോട്ട് ദ്രഹ്മ കൊടുക്കും. ഇസ്രായേലിന്റെ നിയമമാണത്, കൊടുക്കും. അടുത്ത് കല്യാണ സമയത്ത് അവൻ തിരിച്ചു ചോദിക്കും, അത് കയ്യിലുണ്ടല്ലോ അല്ലേ ഏൽപ്പിച്ചത്? നിന്റെ തന്നതൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഈ നിശ്ചയം ചെയ്തപ്പോ തന്നതൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ മണവാട്ടി അന്ന് രാത്രി മുഴുവനും അന്ന് വീട് മുഴുവനും അടിച്ചു പിറക്കി. ഈ വീടിനകത്ത് എവിടെയോ അത് കളഞ്ഞുപോയി. ഭയങ്കര ആഴത്തുള്ള ഒരു ഉപമയാ പറഞ്ഞു പോയത്. ഇവിടെ എവിടെയോ കളഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ തിരിച്ചെടുത്തപ്പോൾ ഉണ്ടായ സന്തോഷം. 51 സങ്കീർത്തനത്തിൽ ദാവീദ് കിടന്ന് കരഞ്ഞു പറയുക, രക്ഷയുടെ സന്തോഷം തിരികെ തരണേന്ന്. ഈ സ്ത്രീക്കുണ്ടായ സന്തോഷം കണ്ടോ? ആ സ്ത്രീ ആരെ കാണിക്കുന്നു? ഇസ്രായേലിനെ. മനസ്സിലായോ? ആ ഒരു സന്തോഷത്തിലേക്ക് ഇസ്രായേൽ വരണമെങ്കിൽ ഈ മണവാളൻ വന്നേ മതിയാകൂ. അതിന്റെ മറ്റൊരു പൊരുളാണ് യേശുവിന്റെ ജനന സമയത്ത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയായ മറിയ. അവിടെ കണ്ടോ? കന്യക കണ്ടോ? അവൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നു. ആരുമായിട്ടാ? ജോസഫുമായിട്ട്. ആ ഭാഗത്താണ് ആര് പ്രവേശിച്ചത്? യഥാർത്ഥ മണവാളനായ സ്വർഗത്തിലെ ദൈവം. ആമേൻ. കന്യകയെ തനിക്കായി വേർതിരിച്ച് തൻ്റെതാക്കി മാറ്റി തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ, തൻ്റെ സഭയെ ഉരുവാക്കേണ്ടതിന് അവളെ കന്യകയായി തിരഞ്ഞെടുത്തു. ആമേൻ. അതുകൊണ്ട് ഇനിയുള്ളത് ഇന്റിമസി ലവ് ആയിരിക്കണം. ഞാൻ സഭ എന്നുള്ള വെളിപ്പാടിൽ ഇങ്ങനെ പറയണം, ഈ സ്നേഹമുള്ള, ഈ സൗമ്യനായ, എന്നെ കരുതുന്നവനായ എൻ്റെ മണവാളനെതിരെ ഞാൻ ഇനി പാപം ചെയ്യും. ഇത്രക്ക് പറയാൻ പറ്റും. ഹല്ലേലൂയ. ഇത് നാം പ്രാപിച്ചേ മതിയാവൂ. ഹല്ലേലൂയ. നമുക്കുണ്ടല്ലോ ഈ ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ടോ? സോദോം ഗൊമോറ സീദോന്യരിൽ ഒരു കെട്ടിടം ഇടിഞ്ഞ് കുറെ പേര് മരിച്ചപ്പോ യേശു 2 ഉപമ എടുത്ത് പറയുകയാണ്, 2 കാര്യം പറയുകയാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ അവർ വലിയ പാപം ചെയ്തതുകൊണ്ടാണ് അവർ മരിച്ചതെന്ന്? ഇത് കേട്ട് കൂടി നിന്നവരുടെ, ഈ ചിന്തയിൽ നിന്നവരുടെ പറഞ്ഞേ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ കണക്കൊന്നും എടുക്കാൻ പോണ്ട, നമ്മളുടെ നിത്യതയെ കാത്തു. ഈ ഒരു ബന്ധമാണ് പേഴ്സണൽ പ്രയറിൽ ഉണ്ടാകേണ്ടത്. ഇനി സഭയ്ക്കകത്ത് ദൈവം സന്ദർശിക്കുമ്പോൾ, ഉലാകുമ്പോൾ നോക്കുമ്പോൾ, എൻ്റെ മണവാട്ടി, എൻ്റെ മണവാട്ടി, എൻ്റെ മണവാട്ടി, നീ നിന്നെത്താൻ അലക്കിയിട്ടുണ്ടോ? നിന്റെ വിശുദ്ധ വസ്ത്രം കറമുള്ളാതെ നീ സൂക്ഷിച്ചിട്ടുണ്ടോ? ഓരോ വ്യക്തിയോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷം ഒരു പാർട്ടാണ്. മറുഭാഗത്ത് തന്നെത്താൻ അലങ്കരിക്കുന്ന മണവാട്ടി, തന്നെത്താൻ ശുദ്ധീകരിക്കുന്ന മണവാട്ടി. ഇതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതി വെച്ചത്. സുവിശേഷം വിശുദ്ധീകരണത്തിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക് അവനെ നടത്തും. ആമേൻ, ആമേൻ. ഇനി പറയും, മണവാട്ടിയെ നീ നിന്നെ അലങ്കരിക്കണ്ടായോ? വേണ്ടായോ? ഇപ്പൊ നമ്മൾ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. എവിടേക്കോ പലപ്പോഴായി എൻ്റെ
മണവാളനെ വേദനിപ്പിച്ച, സങ്കടപ്പെടുത്തിയ, ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ഒരു മിനിറ്റ് ഇവിടെ നോക്കിയേ. ഒരു പിണക്കം വന്നപ്പോൾ ഒരു ഹൃദയത്തിലല്ലേ മുറിവേൽക്കുന്നത്? ശരിയല്ലേ? ഇപ്പൊ അമ്മമാരിപ്പുണ്ട്, അമ്മമാരുടെ മക്കള് രാവിലെ കാപ്പി കുടിക്കില്ല, കാപ്പി എടുത്ത് വെച്ചു കടിക്കാതെ പോയാൽ, പിണങ്ങിയാണ് പോയാൽ സന്തോഷം വരും? വേദന തോന്നില്ലേ? ഒന്നും ഒരു ഉച്ചയൊരു വർത്തമാനം പറഞ്ഞാൽ തോന്നത്തില്ലേ? തോന്നില്ലേ? നമുക്കെന്താ ദൈവത്തിന് അങ്ങനെ തോന്നില്ല? നമ്മൾ എന്തുകൊണ്ട് വിചാരിക്കുന്നു? നമ്മുടെ മണവാളന് ഒരു കുഴപ്പമില്ല, അത് പ്രതിമയാണ്. നമ്മൾ എന്തിനു കരുതും? നമ്മളിപ്പോഴും കുരിശടിയിൽ ഇരിക്കുന്ന ഒരു പ്രതിമയാണ്, ക്രൂശിൽ തൂക്കിയിട്ടിരിക്കുന്ന ജീവനില്ലാത്ത മരിച്ചുപോയ യേശുവാണ്. അതുകൊണ്ടൊന്നും പ്രതികരിക്കത്തില്ലെന്ന് എന്തിനു വിചാരിക്കുന്നു? ഇങ്ങനെ പറയ്, പ്രതികരിക്കുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, എന്നെ ചൊല്ലി സ്നേഹിച്ച ദൈവം, എന്നെ ചൊല്ലി സങ്കടപ്പെട്ട ദൈവം. ആമേൻ. ആ സങ്കടപ്പെടുത്തിയ കാര്യങ്ങളായി ഇപ്പൊ ഏറ്റു പറയേണ്ടത്. ആമേൻ. കർത്താവേ, പിശാചിന്റെ അവകാശവാദങ്ങൾ നീക്കപ്പെട്ട് സഭയോടുള്ള യുദ്ധം നീക്കപ്പെട്ട് സ്വാതന്ത്ര്യമായി ചരിക്കേണ്ടതിന് നടത്തുന്ന കൃപയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എങ്ങനെയെന്നറിയാതെ, ഏതെന്നറിയാതെ രക്ഷയിലേക്ക് പ്രവേശിച്ച നമ്മളോട് കർത്താവിന് പറയാം. ആമേൻ. ഇനി നാം നിന്നാൽ മതി, ഇവിടെ എത്തും. നാം മണവാളിന്റെ കൂടെ ആ മുഖം കണ്ട് ഒന്ന് കൊതിയോടെ കാത്ത് നിന്നാൽ ക്രിസ്തു നമ്മൾ അവിടെ എത്തി. ആമേൻ. ഓടിപ്പോകുന്നവനോട് എനിക്കൊരു ഇഷ്ടവുമില്ല. ഓടിപ്പോകുന്നവനോട് എനിക്ക് അവന്റെ വഴിക്ക് ഓടിപ്പോട്ടെ, നിൽക്കാവുന്നവൻ നിൽക്കുക, അവർ അക്കരെ കിടക്കും. ആമേൻ. ഹല്ലേലൂയ.